ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എത്ര ശ്രമിച്ചാലും നമുക്ക് പറ്റാത്ത ഒരേ ഒരു കാര്യമുണ്ട്. അഹങ്കരിക്കാൻ നമുക്കൊരു കാലവും പറ്റൂല. നമ്മൾ എത്ര അഹങ്കരിച്ചാലും അതിൻ്റെ ഫലം കൈയുടനെ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കാലം കഴിഞ്ഞിട്ട് വാങ്ങിക്കേണ്ടി വരും. നമുക്ക് പറ്റാത്തതായിട്ട് ഒരേ ഒരു കാര്യമാണ് അഹങ്കാരം. മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല, അത് വീണുപോകും. അതാണ് ഈശ്വരൻ. ഈശ്വരൻ അല്പം പോലും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് അഹങ്കാരം. പക്ഷെ നമുക്ക് അഭിമാനിക്കാം. ഈ അഭിമാനം നമുക്ക് എണ്ണി 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 പറയാം. നമ്മുടെ ശരീരം, അത് നമുക്ക് അഭിമാനിക്കാനുള്ളതാണ്. നമ്മൾ ഭാരതത്തിലാണ് ജനിച്ചത് എന്ന് അഭിമാനിക്കാനുള്ളതാണ്. നമ്മുടെ പൂന്താനം പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൽ ഒരു പുൽക്കൊടിയായി ജനിച്ചാലും ഭാഗ്യമാണെന്ന്. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഭാരതത്തിൽ ജനിക്കാൻ പറ്റൂ. അത്ര ദൈവികമായ ഒരു സ്ഥലമാണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവീകത്തിൻ്റെ കണക്കെടുക്കാൻ കഴിയുമെങ്കിൽ അതെടുത്താൽ കിട്ടുന്നത് ഭാരതത്തിൽ നിന്ന് തന്നെയാണ്. അതിലും ശ്രേഷ്ഠമായ ഒരു സ്ഥലമുണ്ട്, കേരളം. കേരളം ദൈവത്തിൻ്റെ നാട് തന്നെയാണ്, അത് സംശയിക്കേണ്ട. ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ കഴിയും. ഭഗവാന് മാത്രമേ ഇതെല്ലാം പറ്റുള്ളൂ. ഇത് തെളിഞ്ഞ് തെളിഞ്ഞ് തന്നെ വരികയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് ഒരു കാര്യം, അഹങ്കാരം. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടൂല. ഈഗോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്കൊന്ന് ഇഷ്ടപ്പെട്ടേക്കാം. എന്നാലും അഹങ്കാരത്തിന് നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് അഭിമാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ അഭിമാനമായ ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കണ്ണുകൾ തന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ നാവ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നല്ലവണ്ണം കരുത്തോടെ ജോലി ചെയ്യാൻ കൈ തന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മുടെ മനവും ഭഗവാൻ തന്നിട്ടുണ്ട്. ഇത്രയും ഭാഗ്യം ഭഗവാൻ തരുമ്പം അതിനെ ആസ്വദിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈശ്വരന് മാത്രമേ അത് തരാൻ കഴിയൂ. ചോദിച്ചു വാങ്ങുക, എല്ലാ ഭാഗ്യവും നൽകും. നമുക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും ഇത് കിട്ടണം. കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് തന്നെയാണ് ചിന്തയും. ഈശ്വരൻ നമുക്ക് തരുന്ന ഈ ഭാഗ്യത്തിനെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.